ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 28 ഓണത്തിൻ്റെ തലേന്നാണ് ഞാനും എൻ്റെ 2 മക്കൾ, എനിക്ക് 2 മക്കളാണുള്ളത്. എൻ്റെ മക്കളും കൂടെ ചേർന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത ജംഗ്ഷൻ തന്നെയാണ് രാഗം ജംഗ്ഷനിൽ സ്റ്റേജ് കെട്ടി ഭയങ്കര പ്രോഗ്രാമൊക്കെ ആയിരുന്നു. അവിടെ പോയി കുറച്ച് നേരം പ്രോഗ്രാമൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ ഇങ്ങനെ ഓച്ചിറയിലോട്ട് പോവുകയാണ്. ഓച്ചിറയിൽ ഈവനിങ് ആകുമ്പോൾ ഇവന്മാർക്ക് 2 പേർക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം മുമ്പിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്ഷണിച്ചു. ഇപ്പം ഓണം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു 1 മന്ത് ഓണം മൂഡ് തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും ആളും ബഹളവും നല്ല രസമാണ്. രാത്രി ആയാലും ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചാണ് ഞങ്ങളുടെ ഒരു നാടുള്ളത്. ഒരു 1 മന്ത് അങ്ങനെ തന്നെ. അപ്പം ഇത് 28 ഓണത്തിൻ്റെ തലേന്ന് ഞങ്ങളുടെ ഓച്ചിറ ജംഗ്ഷനിലോട്ട് പോവുകയാണ്. ഓച്ചിറയിലോട്ട് ചെന്ന് കുറച്ച് കാളെ കെട്ടുന്നതൊക്കെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ കണ്ട് പതുക്കെ എല്ലാം കണ്ട് അങ്ങനെ ഞങ്ങളുടെ സുരേഷിൻ്റെ അടുത്തെത്തിയിട്ട് പിന്നെ അമ്പലത്തിനടുത്ത് പോയി പിന്നെ അമ്പലത്തിനടുത്ത് പോയിട്ട് അവിടെ നിന്ന് മുളക് ബജിയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വന്ന് പിന്നെയും ഞങ്ങളെ രാഗം ജംഗ്ഷൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം എന്നല്ല കുറേയേറെ നേരം ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഞങ്ങൾക്കറിയാവുന്ന കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് എൻ്റെ കൂടെ പഠിച്ച 2-3 ഫ്രണ്ടിനെ കണ്ട് പെൺകുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ അവരെല്ലാം അകത്തിരിക്കുക. എൻ്റെ മോന് കാലിന് സുഖമില്ലാത്തതുകൊണ്ട് ഇറങ്ങിയില്ല. വണ്ടിക്കകത്തിരുന്ന് തന്നെ റോഡിൽ നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാം കണ്ടത്. അന്നേരം ഒരു കൊച്ചു പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച 3-4-5 കൂട്ടുകാരെ കണ്ട് അവന്മാരൊക്കെ ഭയങ്കര അതിശയത്തോടെ, കാരണം വർഷങ്ങൾക്ക് ശേഷം കാണുന്നതല്ലേ, കണ്ടപ്പോൾ ആ ഒരു സ്നേഹവും സന്തോഷമൊക്കെ അവന്മാർ കാണിച്ച് അവന്മാരോട്ടൊക്കെ കുറച്ച് നേരം നിന്ന് സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് കുറേ ടൈം ഞങ്ങൾ പാട്ടെല്ലാം കേട്ടിട്ട് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കും. കുട്ടികളുടെയൊക്കെ പരിപാടി അത് ഇവിടെ നല്ല ഓച്ചിറയിലെ ഓരോ ചെറിയ ജംഗ്ഷനുകളിൽ ഫുള്ള് ഞങ്ങൾ ഇത് ഇപ്പം ഒരെണ്ണം ഇത് രാഗം ജംഗ്ഷൻ്റെ അടുത്താണുള്ളതെങ്കിൽ അടുത്ത കുറച്ചങ്ങോട്ട് അടുത്ത ജംഗ്ഷനിൽ അങ്ങനെ ഓരോ അടുത്തും കാള കെട്ടി. ഇതൊക്കെ ചെറിയ കാളയാണ്, വലിയ കാളയുണ്ട്, അത് ഓച്ചിറയിലാണ്. പിന്നെ എല്ലാം കണ്ടിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തേക്കാണ് അവിടെ നിൽക്കുന്നത്. എല്ലാവരെയും കണ്ട് സംസാരിച്ച് വണ്ടിക്കകത്തിരുന്നുകൊണ്ട് വീഡിയോ പിടിക്കുന്നതുകൊണ്ട് വീഡിയോ ഒന്ന് കറക്റ്റ് ആവാൻ എന്തോ ഒരു ബ്ലറായിട്ട് തോന്നുന്നെങ്കിലും ക്ഷമിച്ചേക്കണം. കാരണം മോന് സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ കുറേ സമയം ഇവിടെയൊക്കെ നിന്ന് അങ്ങനെ മോനൊരു സന്തോഷം വരട്ടെ, ഹാപ്പി ആവട്ടെ. മോനിപ്പം സർജറി കഴിഞ്ഞിട്ടിപ്പോൾ 2 മാസമായതേ ഉള്ളൂ. അപ്പം ഹാപ്പി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ സമയവും അകത്ത് തന്നെയാണ്. അപ്പോൾ ഈവനിങ് ആകുമ്പം പുറത്ത് പോകാൻ പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇരുന്ന് പറയും. എന്നും കൊണ്ടുപോകും. മിക്ക ദിവസങ്ങളിൽ ഈവനിങ് ആകുമ്പോൾ ഞാൻ കൊണ്ടുപോയി നമ്മുടെ ഓച്ചിറയിലേക്ക് കൊണ്ടുപോയി മോന് വേണ്ട എന്താണെന്ന് വെച്ചാൽ വാങ്ങി കുടിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഓച്ചിറയിൽ പോകണമൊക്കെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ തിരക്കായിരുന്നു. ഇവിടെ ഇപ്പം വലുതായിട്ട് ആളില്ല, എങ്കിലും ഉണ്ട് ആൾ. ബാക്കിലോട്ടൊക്കെ ആളുണ്ട്. ഞാൻ ബാക്കിലോട്ടൊന്നും പിടിച്ചില്ല. അങ്ങനെ പാട്ടുമൊക്കെ കേട്ട് നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമും അതുപോലെ വലിയ അമ്മമാരും എല്ലാവരും പാട്ട് പാടുകയും ഓരോ ഡാൻസുകൾ കളിക്കുകയും പ്രോഗ്രാം ചെയ്യുകയൊക്കെ ചെയ്യാൻ. ഈ ഒരു കൊച്ച് പാട്ട് പാടുകയാണ്. നല്ല അടിപൊളി പാട്ടായിരുന്നു. കുറേ ടൈമെന്ന് വെച്ചാൽ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം കുറേ ടൈമെന്ന് വെച്ചാൽ ഒരു 1-2 മണിക്കൂറോളം ഇവിടെ നിന്ന് കണ്ട് കാളയെ കണ്ട് പിന്നെ കുറേയേറെ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലൈറ്റും വെട്ടവും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ എൻ്റെ 2 മക്കളുമായിട്ട് വന്ന് എല്ലാം കണ്ട് കുറേ സമയം ഇത് ഒന്ന് കുറച്ചിങ്ങനെ കണ്ടു നോക്കും. ഞാൻ കുറച്ചങ്ങ് ഇതൊക്കെ നോക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഇവർ നോക്കുന്നുണ്ട് നമ്മൾ വീഡിയോ പിടിക്കുന്നത്. എൻ്റെ അബ്ബ സ്റ്റുഡിയോയിലെ കാലിന് സുഖമില്ലാത്ത ആളാണ് വീൽ ചെയറിലിരിക്കുന്നത്. എൻ്റെ നാട്ടുകാരൻ മാത്രം എൻ്റെ അയലത്തുകാരനുമാണ് ആങ്കിള്. അങ്ങനെ ഞങ്ങൾ പാട്ടും എല്ലാം കേട്ട് കുറച്ച് സമയം അവിടെ നിന്നിട്ട് മറ്റേ അനീക്കയുടെ കടയിൽ കയറി വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ
മോനിത് കുറേ അങ്ങ് വീഡിയോ പിടിച്ചങ്ങ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ പോകുന്നതൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് തന്നെ പ്രയാർ ജംഗ്ഷൻ, അവിടെയും പ്രോഗ്രാം നടക്കുന്നുണ്ടറിഞ്ഞ്. അപ്പം പ്രോഗ്രാം കാണാൻ വേണ്ടി അങ്ങോട്ടും പോകണം. അപ്പം കുഞ്ഞുങ്ങൾ ഹാപ്പി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ. എന്നിട്ട് അങ്ങനെ കുറേ വീഡിയോ പിടിച്ചതിനകത്ത് കാളെ കണ്ട അഘോര ഭൈരവൻ. സത്യം പറയാൻ അവിടുത്തെ പ്രോഗ്രാം കണ്ടപ്പോൾ അവിടുന്ന് വരാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് സത്യത്തിൽ അവിടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തത്. നല്ല നല്ല പ്രോഗ്രാംസ് ആയിരുന്നു എല്ലാം. അതുപോലെ തന്നെ കുട്ടികളുടെ ആയാലും അമ്മമാരായാലും എല്ലാവരും ഇപ്പോൾ ആക്റ്റീവാണ്. മറ്റേത് സ്ത്രീകളങ്ങനെ പുറത്തിറങ്ങി അങ്ങനെ സഞ്ചരിക്കാറില്ലായിരുന്നല്ലോ. പിന്നെ ഇതാ ഈ ഡാൻസ് കളിക്കുന്നത് നല്ല അടിപൊളി ഡാൻസായിരുന്നു കളിക്കുന്നത്. നമ്മുടെ പ്രയാർ ജംഗ്ഷനിൽ പ്രയാർ ഫുട്ബോൾ, എൻ്റെ മക്കൾ ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ഗ്രൗണ്ടിലാണിത് ഇത് ഡാൻസ്. നല്ല അടിപൊളി സെറ്റ്. സാരി എടുത്തപ്പോൾ ഞാൻ ആദ്യം കരുതി തിരുവാതിര ആയിരിക്കുന്നത്. തിരുവാതിരയൊന്നുമല്ല, നല്ല അടിപൊളി ഡാൻസായിരുന്നു. പാട്ടൊക്കെ ഉണ്ട്, പാട്ടൊന്നും ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. നല്ല അടിപൊളി അടിപൊളി ഡാൻസായിരുന്നു. അങ്ങനെ കുറേ ടൈം കണ്ട്. ഇതിപ്പം ഈ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ട് ഇത്. അപ്പം നമ്മൾ പ്രയാർ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇത് ഉള്ളത്. പക്ഷേ ഞങ്ങൾ ഇറങ്ങാത്തതുകൊണ്ടാണ് ഇതിപ്പം ഈ നെറ്റ് കെട്ടിയേക്കുന്നത് കാണുന്നത്. വണ്ടിക്കകത്ത് തന്നെ ഇരുന്നാണ് ഇത് ചെയ്യുന്നത്. വീഡിയോ പിടിക്കുന്നത് വണ്ടിക്കകത്തിരുന്ന് തന്നെയാണ്. മോന് വാക്കറൊക്കെ ആയിട്ടാണ് വന്നത്. ഇറങ്ങുമ്പം മോന് വാക്കർ ഇല്ലാതെ നടക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങാഞ്ഞത്. എന്നാലും അത്യാവശ്യ ഘട്ടത്തിനൊക്കെ ഇറങ്ങാൻ പറ്റും. പക്ഷേ ഞാൻ ഇറങ്ങണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഡാൻസെല്ലാം കണ്ട് ഞങ്ങൾ കായംകുളത്ത് വരെ പോകാനുള്ള പ്ലാനാണ്. കായംകുളത്ത് എൻ്റെ നാട് ഓച്ചിറയാണ്, എൻ്റെ വീട് ഓച്ചിറയാണ്. എൻ്റെ കായംകുളത്ത് എൻ്റെ ചേട്ടത്തിമാർ 2 പേര് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അതൊക്കെ രണ്ടാംകുറ്റിയിലൊരു ചേട്ടത്തിയുണ്ട്, അവിടെ പോകണമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിങ്ങനെ നിൽക്കുകയായിരുന്നു ഇവിടെ. അപ്പം എന്തായാലും പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടിത് പറയണത്ത് ജംഗ്ഷൻ എന്ന് പറയും ഈ സ്ഥലം. എൻ്റെ അടുത്ത ജംഗ്ഷൻ തന്നെയാണ് പറയണത്ത് ജംഗ്ഷൻ. അവിടെ ചെന്നപ്പോഴും ഭയങ്കര ലൈറ്റും കാര്യങ്ങളും ഭയങ്കര ആളും ബഹളവും. അവിടെയും സ്റ്റേജ് കെട്ടി പ്രോഗ്രാം. ഇവിടെ തന്നെ ഈ ചെറിയൊരു ചുറ്റളവിൽ തന്നെ 10-12 പ്രോഗ്രാംസിൻ്റെ സ്റ്റേജ് കെട്ടിയതുണ്ട്. ഇതാണ് അടുത്ത കാള. അങ്ങനെ അവിടെ നിന്നില്ല. കാരണം വെച്ചാൽ ഇത് അമ്പലം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും കുറച്ച് അങ്ങോട്ട് പോയി. പിന്നെ കായംകുളത്ത് ചെന്നിട്ട് KFC കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി. അങ്ങനെ 2 പേരും ഇറങ്ങി KFC ഒക്കെ കഴിച്ച് ഞങ്ങൾ രാത്രി 11 മണിയായി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ. KFC ഒക്കെ കഴിച്ച് ഷവർമയൊക്കെ കഴിച്ച് KFC ഇവിടുന്ന് കഴിച്ച് ഞങ്ങൾ ഷവർമ പിന്നെ പുറത്ത് പോയി കഴിച്ചപ്പോഴത്തേക്കും